വാൽപ്പാറ മരണം ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നടന്ന മരണം. ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾ എത്ര ദുഃഖത്തോടെ എത്ര വിഷമത്തോടാണ് ആ ന്യൂസ് കണ്ടതെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റാണേ, ഇന്ന് മഞ്ജു ആൻ്റണിയുടെ വീഡിയോസാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കമന്റ് ഒന്നല്ല, 2 കമന്റ്. ആ കമന്റ് സത്യം പറഞ്ഞാൽ മനസാക്ഷി തീരെ ഇല്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കമന്റ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കമന്റ് ഞാനിവിടെ വായിക്കാം. ഹിന്ദുക്കൾ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ കണി കാണാൻ കുഴിമന്തിയും ബീഫും വിളമ്പി വെച്ച ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദുക്കളെയും അപമാനിച്ച മുസ്ലിം തീവ്രവാദികളുടെ ദുഷിച്ച ചെയ്തികൾക്ക് നിരപരാധികൾ വരെ ദൈവകോപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചതും മാപ്പർഹിക്കാത്ത പ്രവൃത്തി അത് മുസ്ലിം കുലം മുഴുവൻ അനുഭവിച്ചേ തീരൂ. പാൽപ്പാറ അപകടം നടന്ന ആ ഒരു ദൃശ്യത്തിന് വന്ന ഒരു കമന്റ് ആണ് ഇത്. കമന്റ് ഇട്ടിരിക്കുന്നത് ബിജോയ് കുമാർ. അപ്പൊ ഇവന്റെയൊക്കെ ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത അടുത്ത ഒരു കമന്റ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യരെ കാണില്ലായിരുന്നല്ലോ. സിറിയയിൽ, അതുപോലെ ഇസ്രായേലിൽ, ഇപ്പം ഇറാനിൽ, അങ്ങനെ ഓരോ രാജ്യത്തും യുദ്ധങ്ങൾ നടപ്പുണ്ടല്ലോ. അങ്ങനെ മനുഷ്യരെ കൊല്ലുന്നവരിപ്പോൾ ആയുസ്സോടെ ജീവിച്ചിരിക്കുകയാണ്. മനുഷ്യരെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവർ എന്തിന്? ഈ ഒരിടയ്ക്ക് കുഞ്ഞു കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുന്നുണ്ട്, അവയവ കച്ചവടം നടത്തുന്നുണ്ട്, അതുപോലെ ദൈവങ്ങളെ എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു കമൻ്റ് ഇടുന്നത്? ഇനി അടുത്തൊരാളുടെ കമൻറ്റിനും കൂടെ നമുക്ക് കേൾക്കാം. ഹൂറിമാരെയും മദ്യപ്പുയയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഹിക്കാൻമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടത്? മുറി ND പുറം ആയതുകൊണ്ട് ചോദിച്ചതാ. ഇതിട്ടിരിക്കുന്നത് രഘു രാമൻ. ഈ ഒരു പോസ്റ്റിനാണ് ഈ ഡാഷ് മോൻ വന്ന് കമന്റ് ഇട്ടിട്ടുള്ളത്. അപ്പോ ഈ 2 കമന്റ്, ഇതുപോലെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടാവാം. ഈ 2 കമന്റും എന്റെ വീഡിയോയ്ക്ക് ആരോ കൊണ്ട് പോസ്റ്റ് ചെയ്തതാ. അപ്പൊ ഈ ഒരു 2 കമന്റും കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇവന്റെയൊക്കെ മനസ്സ് എത്ര വൈകല്യം നിറഞ്ഞതാണ് എന്ന്. വൈകൃതം നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾക്ക് ഈ രീതിയിൽ ഒരു കമന്റ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാല് സൈബർ പോലീസ് ഇതിനെതിരായിട്ട് അവന്മാരെ 2 പേരെയും പൊക്കി പണി കൊടുക്കണം. കാരണം ഇങ്ങനെ കുറച്ച് അവന്മാർ ആണും പെണ്ണും കെട്ട സ്വന്തം അച്ഛനും അമ്മയ്ക്കും വരെ പേരുദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇവന്മാരെ വെച്ച് പൊറുപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നിന്നെ ഒരു മുസ്ലിം ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ? നിനക്ക് മുസ്ലിം സാറുമാരില്ലേ? നിനക്ക് മുസ്ലിം ആരും അറിയില്ലേ? നീ ഒന്ന് വയ്യാതെ കിടന്ന് നിൻ്റെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ നിൻ്റെ മോളെ നോക്കുന്നത് ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടർ എല്ലാവരും ഹിന്ദുക്കളാണോ? എന്തിനാ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ബുദ്ധിമോശം നടത്തുന്നത്? എന്തിനാണ്? നമുക്ക് ജാതിയെന്നും എല്ലാം മനുഷ്യനെ സ്നേഹിക്കാനുള്ളതാണ്. ഇത് ഒരു മരണ പോസ്റ്റിൻ്റെ അടിയിൽ വരെ. പണ്ട് ഓർമ്മയുണ്ടോ, ഹൈദരാബാദ് വിമാന അപകടത്തിൽ ഒരു പത്തനംതിട്ടക്കാരി ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരാൾ തഹസീൽദാരാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ, ആ ഒരാളിങ്ങനെ ഒരു ബാഡ് കമൻ്റ് ഇട്ടായിരുന്നു. അപ്പം തന്നെ പോലീസ് അവർക്കെതിരെ കർശന നടപടി എടുത്ത് അയാളെ സസ്പെൻഷൻ വരെ കൊടുത്തായിരുന്നു. ഇതുപോലെ ഇവന്മാരെയും ചെയ്യുക. നമ്മളൊരു നല്ലൊരു വീഡിയോ ചെയ്താലും നമ്മളൊരു ചീത്ത വീഡിയോ ചെയ്താലും ഈ തലയിൽ കിടക്കുന്ന ഷാൾ ഇടുന്നത് കൊണ്ട് ഓരോരുത്തന്മാരുടെ കമൻറ്റുകൾ കാണണം. ഇങ്ങനെ മരിച്ചു കിടക്കുമ്പം പോലും വർഗീയത തോന്നുന്ന യവന്മാരുടെയൊക്കെ മനസ്സുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ വയ്യ. എന്തൊരു വിഷമാണ് നീയൊക്കെ. നിന്നെയൊക്കെ പൊതുസമൂഹത്ത് കൊണ്ടുവന്ന് എല്ലാവരും അറിയണം. നിൻ്റെയൊക്കെ വീട്ടിലൊരു അപകടം വന്നാൽ പോലും ഒരു മനുഷ്യർ ഓടിക്കൂടരുത്. നിൻ്റെയൊക്കെ വീട്ടിൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളൊരു മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കില്ല. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ചാകാൻ കിടക്കുമ്പോൾ കൊണ്ടുവന്നാൽ കുടിക്കത്തില്ല. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും? എന്തിനാണ്? ചില ആൾക്കാരുണ്ട് ഹിന്ദുക്കളുടെ പേര് വെച്ചുകൊണ്ട് മുസ്ലിം ആൾക്കാർ വരും ഫേക്ക് ഐ ഡിന്ന്, അതുപോലെ മുസ്ലിങ്ങളുടെ പേര് വെച്ചിട്ട് ഹിന്ദു ആൾക്കാർ വരും, ക്രിസ്ത്യാനികൾ വരും. ഇതെന്തുവാ ഇതൊക്കെ? നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ചെങ്ങായിമാരെ, നമ്മുടെ മക്കൾ ജീവിക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിൽ. അത് ഓർക്കുക. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇതുപോലുള്ള വിഷങ്ങൾ കുത്തിവെക്കാതിരിക്കുക. നമ്മുടെ കാലം കഴിഞ്ഞു. നമ്മുടെ കാലം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു. ഇനി വരേണ്ടത് നമ്മുടെ മക്കളുടെ കാലമാണ്. അവരെങ്കിലും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ജീവിച്ചു പോട്ടെ. ഇതെന്തുവാ ഇതൊക്കെ? കുറച്ചെങ്കിലും കോമൺ സെൻസ് കാണിച്ചുകൂടെ? ഇതിൽ കൂടുതലൊക്കെ പറയാൻ നിന്നാലേ ചിലപ്പം കൂടി